കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ CPM-ൻ്റെ സു വെങ്കടേശ്വരം, കോൺഗ്രസിൻ്റെ സെൽവ പെരുന്തകൈ പോലത്തെ പ്രമുഖ നേതാക്കൾ ഓരോ ഇലക്ഷൻ സമയത്തും ഓരോ കാലഘട്ടത്തിലും ഗോപാലപുരത്തുള്ള സ്റ്റാലിൻ്റെ വീടിൻ്റെ മുമ്പിൽ യാചിച്ച് നിൽക്കുന്നു, സീറ്റുകൾക്ക് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയും. അത് തമിഴ് യൂട്യൂബെല്ലാം ഫോളോ ചെയ്തവർക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ലേമാൻ എന്നുള്ള ഇതിന് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തോരം പൈസയാണ് ഇൻഡിവിജ്വലി ചിലവാക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഒരാൾ ആണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ, എനിക്കറിയില്ല കണക്കുകൾ, നിങ്ങൾക്ക് തന്നെ UDF-നും അറിയാം, LDF-നും അറിയാം, കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ സെപ്പറേറ്റ് നിൽക്കുന്നതുകൊണ്ട് ചിലവാക്കുന്നത്. അപ്പുറത്ത് നിങ്ങൾ ഒരേ ചായക്കപ്പിൽ ചായ കുടിക്കുന്നു, സനാതനധർമ്മം നശിപ്പിക്കുമെന്ന് വിളിച്ചു പറയുന്നു. ഇവിടെ വളരെ സോഫ്റ്റായിട്ടാണ് അതിൽ മുന്നോട്ട് വരുന്നത്. അവിടെ ദേവസ്വം മിനിസ്റ്റർ അമ്പലത്തിൽ പോയി അല്ലേലോയോ വിളിക്കുന്നു, ഇവിടെ തൊഴാതെ നിൽക്കുന്നു. ആ വ്യത്യാസമുണ്ട്, ചെറിയൊരു സോഫ്റ്റായിട്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ പാടില്ലേ? എന്തോരം കോടി രൂപയാണ് ഓരോ പാർട്ടിക്കും ലാഭമാവുക. പിന്നെ മതേതരത്വത്തിന് പറ്റി എപ്പോഴും നമ്മൾ കേൾക്കാം, അത് മതേതര എന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ചീപ്പായിട്ടൊരു വാക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ മതേതരത്വം നിങ്ങൾ പാർട്ടികൾ തമ്മിൽ മതേതരത്വം ഉണ്ടോ? ഒരു CPM-കാരൻ BJP-കാരൻ്റെ ഓഫീസിൽ പോയി ചായ കുടിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾ അമ്പലത്തിൽ ഇഫ്താർ നടത്തണം, അതിന് കൈയടിക്കണോ? കേരള സ്റ്റോറി എന്ന് പറയുന്നു. വൈ യു ആർ നോട്ട് ഫോളോയിങ് ദാറ്റ്? അതൊരു ഭാവിയിലേക്കെങ്കിലും നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ഒറ്റ ആൾ നിൽക്കുക, LDF-ഉം ഇന്ത്യനായിട്ട്. മതേതരത്വം നിങ്ങളുടെ പാർട്ടികളിൽ നിങ്ങൾ BJP-യോടും കൂടെ പറഞ്ഞത് അത് നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജനങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബേസിലെ എവിടെ നിന്നാണ് ഇത്രയും കോടികൾ എന്നാണ് ചോദിക്കുന്നത്? പിന്നെ അത് മാത്രമല്ല, ഇടതു മുന്നണി വലതു ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോരെയെന്ന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ ഈ പറയുന്ന? വളരെ നന്നായി ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ക്വസ്റ്റ്യന് കൃത്യമായിട്ടും ആൻസർ പറയാം. പ്ലീസ്, സമയമില്ലേ? പെട്ടെന്ന് പറയണേ. അല്ല, അത് ആൻസർ ഞാൻ ചോദ്യം ചോദിക്കാൻ ആൻസർ പറയാനുള്ള അതാ ഞാൻ പറഞ്ഞത്. ഇഫ്താർ നടത്തുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരാൾ BJP-യുടെ ഓഫീസിൽ പോയി ചായ കുടിച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾക്ക് BJP-യുടെ ഓഫീസിൽ പോയി CPM-ന്റെ ആൾ ചായ കുടിച്ചാലും കുഴപ്പമില്ല, ചോറുണ്ടാലും കുഴപ്പമില്ല, ഇനി രാത്രി അത്താഴം കഴിച്ചാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാവ് എവിടെയെങ്കിലും പറഞ്ഞായിട്ട് താങ്കൾ കേട്ടിരുന്നോ? ഇല്ലല്ലോ. താങ്കൾ കേട്ടിരുന്നോ? ഇല്ലല്ലോ. അതാ പറഞ്ഞേ, താങ്കൾ ചോദ്യം ചോദിച്ചാൽ എന്താ? CPM-ന്റെ ഏതെങ്കിലും ഓഫീസിൽ പോയി അല്ലെങ്കിൽ BJP-യുടെ ഓഫീസിൽ പോയി മറ്റുള്ള ഈ പറയുന്ന പാർട്ടിയുടെ ആൾ പോയി ചായ കുടിച്ചോ? ഇത് ചായ കുടിച്ചാലും കുഴപ്പമില്ല, ചോറുണ്ടാലും കുഴപ്പമില്ല, അത്താഴം കഴിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ഐക്യജനാധിപത്യ മുന്നണിക്കോ ഒരു കുഴപ്പമില്ല. മതേതരത്വം എന്ന് പറയുന്ന വലിയ വാല്യുബിൾ പോയിന്റ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നുള്ള ഇന്ത്യയെ എല്ലാമുള്ള ഇന്ത്യയാക്കിയത് ആരാ? കോൺഗ്രസ്സാ. ആ കോൺഗ്രസ് ആക്കിയേ മതേതരത്വ നിലപാട്. നിങ്ങൾ എന്തോരം ആഞ്ഞു പോയാലും ഞാനൊരു കാര്യം പറയാം, മതേതരത്വ നിലപാട് എന്നും ഉയർത്തിപ്പിടിച്ച ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാ. നിങ്ങൾ ഈ മതേതരത്വ നിലപാട് പറഞ്ഞുകൊണ്ട് വലിയ വർത്തമാനം പറയുന്ന BJP-കാരോട് ഒരു കാര്യം പറയാം, അങ്ങ് തൃശ്ശൂരൊക്കെ കിരീടം വെക്കാൻ പോയ കഥയൊന്നും ആരും മറന്നു പോകരുത്. തൃശ്ശൂരൊക്കെ കിരീടം വെക്കാൻ പോയ കഥയാരും മറന്നു പോകരുത്. നിങ്ങൾ മാത്രം ഇരുന്ന് കണ്ണടച്ചാൽ ഇവിടെ ഇരുട്ടാവില്ല. തൃശ്ശൂരൊക്കെ കിരീടം വെക്കാൻ പോയതും അരമന കയറി കേക്ക് കൊടുക്കാൻ പോയതും നിങ്ങൾ മറന്നു പോകരുത്. അരമന കയറി കേക്ക് കൊടുക്കാൻ പോയതും നിങ്ങൾ മറന്നു പോകരുത്. ഇതൊക്കെ പഠിച്ചത് റിയൽ ഫാക്ട് പറയുമ്പോ അരമന കയറി കേക്ക് കൊടുത്തില്ലെന്ന് പറയാൻ പറ്റോ? പറയാൻ പറ്റോ? കിരീടം വെച്ചില്ലെന്ന് പറയാൻ പറ്റോ? ഉത്തരം മുട്ടുമ്പോ ആന എന്ന് പറയുമ്പോ ചേന എന്നല്ല ഉത്തരം പറയണ്ടേ. ഉത്തരം പറയുമ്പോ വെല്ലുവിളിച്ചിരിക്കുക VD സതീശൻ. നിങ്ങൾ വലിയ മതേതരത്വം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തിനാണ് ലത്തീൻ സഭയെ വെല്ലുവിളിച്ചത്? അവിടെ BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പൻ എന്ന് പറയുന്ന ലത്തീൻ സമുദായക്കാരന് അവിടെ കൃത്യമായിട്ട് ലത്തീൻ സമുദായത്തിലുള്ള അംഗീകാരവും അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തിയതും ഒക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ നേതാവ് VD സതീശൻ ലത്തീൻ സമുദായത്തെ വെല്ലുവിളിച്ച. മുഹമ്മദ് ഷിയാസ് എന്താ കാണിച്ച? ഒരു കാര്യം കൂടി പറയട്ടെ. മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ്, അവിടെ മത്സരിക്കുന്ന നേതാവ്, അവിടെ മറ്റേ കണ്ണമാലി പള്ളിയിൽ ഒരു നേർച്ച സദ്യയുണ്ട്. ആ നേർച്ച സദ്യ ഉദ്ഘാടനം ചെയ്യാതിരുത്തിയത് അവിടുത്തെ വലിയ പിതാവാണ്. ആ പിതാവിൻ്റെ ഒപ്പം ഇരിക്കുന്നു എന്ന രീതിയിലുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം മുഹമ്മദ് റിയാസിൻ്റെ റോഡ് ഷോയിൽ ആ സ്ലൈഡിൽ മൊത്തം ഈ സമുദായത്തിൻ്റെ അംഗീകാരം ചോദിക്കാതെ ആ സഭയുടെ നേതാവിനെ മുഹമ്മദ് ഷിയാസിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ
സ്ലൈഡും വെച്ചുകൊണ്ട് വാഹനം നടക്കുമ്പോൾ ഇന്ന് ആ സമുദായം അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുക. അനുവാദം ചോദിച്ചോ നിങ്ങൾ വലിയ മതേതരത്വം പറയുന്നുണ്ടല്ലോ. ഞാൻ പറയാം മതേതരത്വം. നിങ്ങളുടെ ഭരണകാലത്തുണ്ടായിരുന്നതിൽ കൂടുതൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള MP-മാർ MLA-മാർ ഇന്ന് BJP കൊണ്ട് കണക്കെടുത്ത് തരാം. 290, കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ 64. ഇവിടെ മാറി മാറി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അവിടെ വരുന്ന മുഖ്യമന്ത്രിമാർ ഈ വിഭാഗത്തിൽ നിന്നുള്ളതാ. നിങ്ങളെ ആർക്കാ സ്വാഹ പാടുന്നത്? VD സതീശൻ രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജമാഅത്തെ ഇസ്ലാമി സ്വാഹ ആണല്ലോ. എന്ത് മതേതരത്വ കാണിക്കുന്നത് ഇവിടെ? ശ്രീമാൻ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി മിണ്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയോ? പിണറായി വിജയന്റെ പാർട്ടിയിലെ തോറ്റ MLA, ഇവിടെ നിന്ന് തോറ്റ MLA ആണ് പറഞ്ഞത് എന്താണ്? കോവിഡിന്റെ സമയത്ത് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? കോവിഡിന്റെ കാലത്ത്. പിന്നെ ഒരു MLA പറഞ്ഞു എന്താണ്? നേതാവ് പറഞ്ഞു അയ്യപ്പനെ ഛർദിച്ചതല്ലോ പ്രസവിച്ചതല്ലേ, ഒരു കുഴപ്പമില്ല. പിന്നെ പറഞ്ഞു എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അപമാനിച്ചിരിക്കുന്ന ഓരോ മതവിഭാഗത്തെയും നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് പോലെ, ഹൈന്ദവ ജനതയെ അപമാനിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ആരെയും അപമാനിച്ചിട്ടില്ല പ്രിയ സുഹൃത്തെ. നിങ്ങൾക്ക് അവരുടെയൊക്കെ വോട്ട് ബാങ്ക് വേണം. അവരുടെയൊക്കെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പല സ്ഥലത്തും ജയിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് PFI-യെയും PDP-യെയും SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇവിടെ അതിനെ എതിർക്കും. അതിന് വർഗീയവാദമൊന്നുമല്ല. ഇവിടെ ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, അത് മനസ്സിലാക്കിയ മറുപടി പറയണ്ട. പെട്ടെന്ന് 1 മിനിറ്റേ ഉള്ളൂ. അതായത് വലിയ പ്രസംഗം, അതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് പെട്ടെന്ന് തീർത്തോ. അതായത് ലത്തീൻ സഭയുടെ കൃത്യമായിട്ടുള്ള ഇതിന് പ്രകാരമാണ് കൊച്ചിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു എന്നെ BJP-യുടെ പ്രതിനിധി പറയുകയുണ്ടായി. VD സതീശനെ അടച്ചാക്ഷുശൂലി വർത്താനൊക്കെ പറഞ്ഞേ. ഒരു കാര്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, കേരളത്തിൽ നിന്നുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ, കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഒരൊറ്റ കാര്യം UDF-ന്റെ പ്രതിനിധിയിൽ ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ മതേതരത്വ ചേരിയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ മതേതരത്വ ചേരിയിൽ നിന്നുകൊണ്ടാണ് ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത്. മതേതരത്വം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വർഗീയത പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഷാജി പറഞ്ഞത് എന്താണ്? ഒരു വാക്യമുണ്ട്. വർഗീയത പറയുന്നവരോട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പിന്നെ ഇപ്പൊ സഭയോട് ആലോചിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയോ? ഇല്ല, പറയില്ല. ഏറ്റവും വലിയ മതേതരത്വ രാജ്യമായ ഇന്ത്യയുടെ മതേതരത്വം തകർത്ത 2 പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ തമ്മിലടിക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. എന്തേ കാരണം? നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെ BJP-യുടെ നേതാക്കന്മാർ ഒരു മുസ്ലിം ദേവാലയം തകർത്തപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ലോകത്തിന്റെ മുമ്പിൽ കുരിച്ചില്ലേ തകർത്തപ്പോൾ അത് കണ്ട് രസിച്ച ഒരു പ്രധാനമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി ആയിരുന്നില്ല, നരസിംഹറാവു ആയിരുന്നു. പൊളിച്ചത് BJP ആയിരുന്നു. ഈ 2 പാർട്ടികൾ ഇപ്പൊ പറയാണ് ഞങ്ങൾ മതേതരത്വത്തിന്റെ പച്ചക്കള്ളമാണ് പറയുന്നത്. ഈ രാജ്യത്ത് ലോകത്തിന്റെ മുമ്പിൽ തീവ്രവാദികളുടെ വോട്ടുകൾ വേണ്ടെന്ന് പറയോ ശ്രീ സോജൻ? ഒരു മുസ്ലിം തകർക്കുമ്പോൾ മതതീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതതീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയോ? PDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയോ? പറയോ ശ്രീ സോജൻ? പറയോ തീവ്രവാദ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് പറയോ? ഈ രാജ്യത്ത് തീവ്രവാദ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് പറയോ? ഇതാണ് ചോദ്യത്തിന് ഉത്തരമില്ല. എന്തായാലും ഈ ജനസഭയിൽ വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നു. മതേതരത്വം ഉൾപ്പെടെ വർഗീയത ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നു. എന്തായാലും തൃപ്പൂണിത്തുറയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ചർച്ചയൊന്നും നടന്നില്ല.